തുമി വിദ്യ, തുമി ധർമ്മ, തുമി ഹൃദി, തുമി മർമ്മ, ത്വം ഹി പ്രാണേ ശരീരേ. ഞാൻ ഈ പറഞ്ഞത് സംസ്കൃതത്തിലെ ശ്ലോകമൊന്നുമല്ല. ഇത് വളരെ പ്രശസ്തമായ വന്ദേ മാതരം എന്ന് പറയുന്ന പാട്ടിൻ്റെ ബാക്കി വരുന്ന പോർഷൻസ് ആണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഇന്ന് ഇന്ത്യ ഏറ്റവും കൂടുതൽ പാർലമെന്റിൽ പോലും വലിയ ഡിബേറ്റും ചർച്ചയും ഉണ്ടായ വന്ദേ മാതരം പാടണോ വേണ്ടയോ. ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ വന്ദേ മാതരം പാടുന്നില്ല, അല്ലെങ്കിൽ ഇത് പാടേണ്ട ആവശ്യമുണ്ടോ, ഇത് എന്തുകൊണ്ടാണ് നാഷണൽ ആന്തമായി മാറാത്തത്. പാർലമെന്റിൽ നെഹ്റുവിനെ ക്രിട്ടിസൈസ് ചെയ്തു. ഇത് ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ, മുസ്ലിംസ് വന്ദേ മാതരം ഒരുപാട് സെക്ഷൻ ഓഫ് ആൾക്കാർ പാടില്ല എന്ന് നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള സ്ട്രീറ്റ്സിലൊക്കെ നടക്കുന്ന ഈ പോൾസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് വന്ദേ മാതരം പറയാത്ത ആൾക്കാർ. അപ്പോൾ എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നില്ല എന്ന് പറയാൻ കാരണം, ഒരു ചെറിയ വിഭാഗം ആൾക്കാർ വന്ദേ മാതരം എന്തുകൊണ്ട് പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇന്ന് നമുക്ക് വന്ദേ മാതരത്തിനെ കുറിച്ചിട്ട് 150ാമത്തെ ആനിവേഴ്സറി ആണ്. അപ്പോൾ വന്ദേ മാതരം എന്താണ്, ശരിക്കും ഒരു ഇന്ത്യക്കാരെന്ന രീതിയിൽ ഇതൊരു ഇമോഷനാണ്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണ് എന്നെല്ലാം നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഐ എം അർജുൻ ആർ ശങ്കർ. ദിസ് ഇസ് IAS Factors Context. പാർലമെന്റിൽ വന്ദേ മാതരത്തിൻ്റെ ഡിബേറ്റ് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. 150ാമത്തെ ആനിവേഴ്സറിയാണ് വന്ദേ മാതരം. കാരണം അത് ചർച്ച ചെയ്യാൻ വേണ്ടി പാർലമെന്റിലെ നമ്മുടെ ഓപ്പോസിഷൻ പാർട്ടീസ് ആണെങ്കിലും ഭരിക്കുന്ന പാർട്ടി ആണെങ്കിലും എല്ലാവരും പാർലമെന്റിൽ വന്ദേ മാതരത്തിൻ്റെ സിഗ്നിഫിക്കൻസ് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് ചെറിയൊരു പ്രശ്നമുണ്ടായത്. നെഹ്റുവിനെ അറിയാതെ ഇവർ കോട്ട് ചെയ്തു. കാരണം വന്ദേ മാതരത്തിൻ്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞു തുടങ്ങിയപ്പോൾ നെഹ്റുവിൻ്റെ പേര് ഇതിൽ വലിച്ചഴച്ചു. കാരണം നെഹ്റു വരുമ്പോൾ, കാരണം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, 1948 നെഹ്റു എന്ന പേര് വരുമ്പോൾ എപ്പോഴും കോൺട്രവേഴ്സിയാണ് പാർലമെൻറ്റിൽ. 1948 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഏതാണ് നമ്മുടെ നാഷണൽ ആന്തം അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ നാഷണൽ സോങ് എന്നൊക്കെ ചർച്ച വന്നപ്പോൾ ഒബ്വിയസ്ലി അന്നത്തെ പ്രധാനപ്പെട്ട പാട്ടെന്ന് പറയുന്നത് വന്ദേ മാതരം തന്നെ. കാരണം അതൊരു, നമുക്ക് സ്വാതന്ത്ര്യ സമരം എടുത്ത് നോക്കിയാലും ഒരുപാട് ആൾക്കാരുടെ ഒരു ഇമോഷൻ്റെ ഭാഗമായി വന്ദേ മാതരം. എല്ലാ സ്ഥലങ്ങളിലും ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ ബാൻ ചെയ്യപ്പെട്ടൊരു വാക്കും കൂടാണ് വന്ദേ മാതരം. എല്ലാ ഫ്രീഡം ഫൈറ്റേഴ്സും എപ്പോഴും പറഞ്ഞിരുന്നൊരു വാക്കാണ് വന്ദേ മാതരം. സ്വാഭാവികമായിട്ടും വന്ദേ മാതരം ഇന്ത്യയുടെ നാഷണൽ ആന്തമായി മാറ്റണം എന്നൊരു ചർച്ച വന്നപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലുള്ള മുസ്ലിംസ്, ഇസ്ലാമിക് വിശ്വാസികൾ, അതായത് മുസ്ലിം കാറ്റഗറിയിലുള്ള ആൾക്കാർ അവരുടെ ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ് ഇവിടെ മുന്നോട്ട് വെച്ചു. കാരണം വന്ദേ മാതരം എന്ന് പറയുന്നതിൻ്റെ ലിറിക്സിൽ ഐ ബോ ടു യു മദർ എന്ന് പറയുമ്പോൾ ഞാൻ അമ്മയെ വണങ്ങുന്നു. അമ്മ എന്ന് പറയുന്നത് നമ്മുടെ മദർലാൻഡാണ്, ഭൂമിയാണ്, ഇന്ത്യയാണ്. അതിനൊരു ഇമേജറി കൊടുത്തു. അത് ദുർഗയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കപ്പെടും. ഇതിനകത്ത് ഒരു ഗോഡസ്, ദുർഗാദേവിയെക്കുറിച്ചൊക്കെ മെൻഷൻ ഉണ്ട്. അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഗാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു സോങ് പാടാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു റിലീജിയസ് കോൺട്രവേഴ്സിയുടെ വക്ക് എത്തിയപ്പോഴാണ് നെഹ്റു ഇതിനൊരു കോംപ്രമൈസ് ഫോമിൽ അന്ന് എത്തിച്ചത്. വന്ദേ മാതരം വേണ്ട, ജനഗണമന മതി, നാഷണൽ ആന്തം. അപ്പോൾ ഈ ഒരു പോയിന്റാണ് പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്. കാരണം നെഹ്റുവാണ് വന്ദേ മാതരത്തിനെ സൈഡ് ലൈൻ ചെയ്ത് ഒരു സെക്കൻഡ് ക്ലാസ് പൊസിഷനിലേക്ക് എത്തി ജനഗണമനയെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്ന് പറഞ്ഞാണ് പാർലമെന്റിൽ ഡിബേറ്റ് തുടങ്ങി. പിന്നെ നെഹ്റുവിനെ കുറിച്ചിട്ടായിരുന്നു പാർലമെന്റിലെ മറ്റ് ഡിബേറ്റുകൾ മുന്നോട്ട് പോയത്. പിന്നീട് രാജ്നാഥ് സിംഗ് വന്നു, ഒരുപാട് ആൾക്കാർ, മല്ലികാർജുൻ ഖാർഗെ വന്നു സംസാരിച്ചു, ചർച്ച മുന്നോട്ട് പോയി. അങ്ങനെ വന്ദേ മാതരം പാടണോ വേണ്ടയോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കുറേ ആൾക്കാർ പാടാത്തത്, ഇതിൻ്റെ ലിറിക്സ് ആണ് പ്രശ്നം എന്നുള്ളൊരു തീരുമാനം വരെ എത്തി. ഇത്രയുമാണ് പാർലമെന്റിനകത്ത് നടന്ന സംഭവം. ശരിക്കും വന്ദേ മാതരം ആൻറ്റി ഇസ്ലാമിക് ആണോ എന്ന് ചോദിച്ചാൽ ഒരു വലിയ വിഭാഗം ആൾക്കാർ ഇപ്പോഴും വന്ദേ മാതരം പറയുന്നില്ല. കാരണം വന്ദേ മാതരം എന്ന സ്റ്റാൻസയിൽ ഒരുപാട് ഹിന്ദു റെഫറൻസസ് ഉണ്ട്, ഗോഡസ് ദുർഗയെ കുറിച്ചിട്ടും ഒക്കെ മെൻഷൻ ഉണ്ട്. ശരിക്കും വന്ദേ മാതരം എന്ന് പറയുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ലെങ്കിൽ ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായയുടെ ആനന്ദ് മഠ് എന്ന് പറയുന്ന ഒരു കൃതിയിൽ നിന്നാണ് ഇത് പറയുന്നത്, നമ്മൾ വന്ദേ മാതരം എന്ന് പറയുന്നത്. അപ്പം അതിൽ ദുർഗയുടെ ഇമേജറി ഉണ്ടോ എന്ന് പറയുന്ന ഒരു കോൺട്രവേഴ്സിയിലാണ്. ഈ വരികളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രവേഴ്സി. കാരണം ഇസ്ലാം മതവിശ്വാസികൾക്ക് ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഹിന്ദു ഇമേജറി അല്ലെങ്കിൽ വേറൊരു ഗോഡ്സിനെ കുറിച്ചിട്ട് വരുന്ന ഒരു ഇമേജറി ആയിട്ടുള്ള കാര്യം പറയാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നതാണ് ഇവരിതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വശം. പക്ഷേ നമ്മൾ സ്വാതന്ത്ര്യ സമരം എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരുപാട് നേതാക്കളാണെങ്കിൽ മൗലാന അബുൽ കലാം ആസാദ്, അഹമ്മദ് കിഡ്വായി, ബദ്രുദ്ദീൻ ത്യാബ്ജി, ഇവരെല്ലാം വന്ദേ മാതരം വളരെയധികം പോപ്പുലറൈസ് ചെയ്തതാണ്. അന്നൊന്നും ഈ ഡിബേറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട്
40-കൾക്ക് ശേഷമാണ് ഈ ഡിബേറ്റ് വളരെയധികം വന്നത്. കാരണം ആ സമയം വരെ എല്ലാ സമരങ്ങൾക്കും എല്ലാവരും ജാതി മത വ്യത്യാസം ഇല്ലാതെ വന്ദേ മാതരം പറഞ്ഞിരുന്ന ആൾക്കാരാണ്. അപ്പോൾ പ്രശ്നം ഇതിന്റെ വരികളും ഇതെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. അതിന് വേറെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. കാരണം ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായുടെ ഈ പുസ്തകം ആനന്ദ് മഠ് എന്ന് പറയുന്നത് 1700-കളിലെ ആ കാലഘട്ടത്തിലെ ബംഗാൾ ഫമൈനെ ആസ്പദമാക്കിയാണ് ഇത് എഴുതിയിരുന്നത്. സോ ആ സമയത്ത് കർഷകരുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സന്യാസി റിബല്യൻ എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ട് നമ്മൾ ചരിത്രത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സന്യാസി റിബല്യൻസ് ഇവർ കൂടുതലും പ്രതികരിച്ചിരുന്നത് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നത് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിനോടും അന്നത്തെ നവാബിനോടുമാണ്. നവാബ് എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് വിശ്വാസി ആയതുകൊണ്ട് തന്നെ അയാളുടെ ആർമി എന്ന് പറയുന്നത് ഇസ്ലാമിക് ആണ്. അപ്പോൾ ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായ ഒരിക്കലും സന്യാസീസ് ഇസ്ലാമിക് ആൾക്കാർക്ക് മുസ്ലിംസിനെതിരെയാണ് റിബല്യൻ നടന്നത് എന്നുള്ള രീതിയിൽ മിസ്ഇന്റർപ്രിട്ടേഷൻ ഒരുപാട് നടന്നിട്ടുണ്ട്. ശരിക്കും അതൊരു കഥയാണ്, അല്ലെങ്കിൽ അതൊരു കൃതിയാണ്. അതിൽ സന്യാസി റിബല്യനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതൊരിക്കലും ഒരു മതത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടൊന്നുമല്ല വന്നത്. പക്ഷേ അതിൽ കൃത്യമായിട്ട് ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായുടെ കൃതിയിൽ നോക്കുമ്പോൾ ദുർഗ എന്ന് പറയുന്നത് എപ്പോഴും ഒരു അമ്മ എന്ന് പറയുന്ന രീതിയിൽ ഒരു മദർ, ഐ ബോ ടു യു മദർ, അതാണല്ലോ വന്ദേ മാതരം, ഞാൻ അമ്മയെ വണങ്ങുന്നു. പിന്നെ ദുർഗ എന്ന രീതിയിൽ അടുത്ത വരികൾ അങ്ങനെ വരുമ്പോൾ ആ ഇന്റർപ്രിട്ടേഷൻ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് സ്ട്രെങ്ത്, ഫെർട്ടിലിറ്റി എന്നൊക്കെ പറയുന്ന ആശയങ്ങളാണ് അതിൽ കൂടുതൽ വരുന്നത്. അപ്പൊ അതൊരു പെർട്ടിക്കുലർ മതത്തിന്റെ ലെവലിൽ ഇന്റർപ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. വന്ദേ മാതരം എല്ലാ ഇന്ത്യക്കാർക്കും ഒരു വികാരം തന്നെയാണ്. വന്ദേ മാതരം എന്ന് നമ്മൾ ഈ കേൾക്കുന്ന ട്യൂൺ, പാട്ട് ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ചെയ്തത്, നമ്മൾ ചരിത്രം മാറ്റിവെച്ച് സാധാരണക്കാരൻ്റെ ഇടയിൽ വളരെയധികം പോപ്പുലറൈസ് ചെയ്തത് വന്ദേ മാതരത്തിൻ്റെ എ ആർ റഹ്മാൻ്റെ പാട്ട് തന്നെയാണ്. കാരണം ആ എ ആർ റഹ്മാൻ്റെ പാട്ടില്ലാത്ത വന്ദേ മാതരം വളരെ റെയർ ആയിട്ടാണ് പ്രോഗ്രാംസിന് പ്ലേ ചെയ്യുന്നത്. ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമിന് പോലും എ ആർ റഹ്മാൻ്റെ വന്ദേ മാതരം വേർഷനാണ് പ്ലേ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഒത്തിരി പഴയതാണ്. ആദ്യമായിട്ട് ഇപ്പോൾ 1896 ഇന്റർനാഷണൽ കോൺഗ്രസ് സെഷനിൽ രവീന്ദ്രനാഥ് ടാഗോർ തന്നെ വന്ദേ മാതരം ട്യൂൺ ചെയ്ത് പാടുന്നതായിട്ട് പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനും ഒത്തിരി മുന്നേ, അതായത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം പണ്ഡിറ്റ് ജാദുനാഥ് ഭട്ടാചാര്യ എന്ന് പറഞ്ഞ ഒരാളാണ് ഫോർമലായിട്ട് ആദ്യമായിട്ട് ഇതിനൊരു ഈണം കൊടുക്കുന്നതും. അദ്ദേഹം അത് വളരെ ഒരു ക്ലാസിക്കൽ സ്റ്റൈലിലാണ് വന്ദേ മാതരം അന്ന് ആലപിച്ച് പാടിയിരുന്നത്. അതെന്ന് പറയുന്നത് അന്നത്തെ ഒരു ക്ലാസിക്കൽ സ്റ്റൈലായ ധ്രുപദ്, ധമർ എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റൈലിലാണ് വന്ദേ മാതരം അന്ന് പാടിയിരുന്നത്. വളരെ പഴയ സ്റ്റൈലാണ്. പിന്നീട് ഇതിൻ്റെ രാഗം, പല രാഗങ്ങളും ഇതിനായിട്ട് ബന്ധപ്പെടുത്തി വന്ദേ മാതരത്തിന് പാടിയിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രശസ്തമായ രാഗം എന്ന് പറയുന്നത് രാഗ് ദേശാണ്. നമ്മുടെ മലയാളത്തിലൊക്കെ വളരെ പ്രസിദ്ധമായ പാട്ടുണ്ട്, ഒരു പുഷ്പം മാത്രം. ഇതൊക്കെ ബ്യൂട്ടിഫുൾ ഹിന്ദുസ്ഥാനി ദേശ് രാഗത്തിലുള്ള പാട്ടുകളാണ്. അപ്പോൾ ഈ ഒരു ട്യൂൺ നമ്മൾ ഇന്ന് കേൾക്കുന്ന വന്ദേ മാതരം എന്ന് പറയുന്നത് ഹൈലി ദേശ് രാഗത്തിന്റെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ആണ്. ഇത് കൂടുതലും ഓൾ ഇന്ത്യ റേഡിയോ ആണ്. അന്നത്തെ കാലത്ത് ഓൾ ഇന്ത്യ റേഡിയോ ആണ് ഇതിന് വലിയൊരു ഒരു പോപ്പുലാരിറ്റി കൊടുത്തത്. കാരണം ആ കാലത്ത് ഈ രാഗ് ദേശിലുള്ള വന്ദേ മാതരമാണ് ഇവർ റെക്കോർഡ്സിലൊക്കെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് പിന്നീട് വലിയൊരു പങ്ക് പണ്ഡിറ്റ് രവിശങ്കറിനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സിത്താറിലൂടെ ഒരുപാട് വന്ദേ മാതരം അദ്ദേഹം ദേശ് രാഗത്തിൽ വായിച്ചിട്ടുണ്ട്. പിന്നെ 1907 തന്നെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ബ്രോഡ്കാസ്റ്റ് ആദ്യമായിട്ട് വന്ദേ മാതരം ഒഫീഷ്യലി ബ്രോഡ്കാസ്റ്റ് ചെയ്തു. പിന്നെ സിനിമ നോക്കുകയാണെങ്കിൽ 1952 വന്ദേ മാതരം വളരെ പോപ്പുലർ ആയത് ആനന്ദ് മഠ് എന്ന് പറഞ്ഞ സിനിമ തന്നെയാണ്. ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായുടെ ബുക്ക് സിനിമയായി ഹേമന്ത് മുഖർജിയുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വന്ദേ മാതരമുണ്ട്. അതിൻ്റെ ഓർക്കസ്ട്രേഷൻ സ്റ്റൈലൊക്കെ വളരെ പോപ്പുലറാണ്. പിന്നീട് സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിക്കുമ്പോൾ വന്ദേ മാതരത്തിൻ്റെ സ്ഥാനം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. കാരണം ബോയ്ക്കോട്ട് ആൻഡ് സ്വദേശി മൂവ്മെന്റ് 1905 പാർട്ടീഷൻ ഓഫ് ബംഗാളിന് ശേഷം വന്ന സ്വദേശി മൂവ്മെന്റിലൊക്കെ എല്ലാവരും വന്ദേ മാതരമായിരുന്നു പറഞ്ഞത്. അതൊരു സ്പിരിറ്റ് ആയിരുന്നു, അന്നത്തെ ഒരു ഇമോഷൻ ആയിരുന്നു. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരായിട്ട് വന്ദേ മാതരം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ലാഹോറിൽ നിന്നും പുറത്തിറങ്ങിയ ലാലാ ലജ്പത് റായിയുടെ ഒരു ജേർണലിന്റെ പേരും വന്ദേ മാതരം എന്നായിരുന്നു. പിന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ ഒരുപാട് ഉപയോഗിക്കപ്പെട്ട ഒരു വാക്കാണ് വന്ദേ മാതരം. മാതങ്കിനി ഹസ്ര എന്ന് പറയുന്ന വലിയൊരു ഫേമസ് ഫ്രീഡം ഫൈറ്റർ, അവരുടെ അവസാനത്തെ വാക്കെന്ന് പറയുന്നത് തന്നെ വന്ദേ മാതരം എന്നാണ്. മരിക്കുന്ന ലാസ്റ്റ് മൊമെന്റിൽ പറഞ്ഞ വാക്കും വന്ദേ മാതരം എന്നാണ്. സോ 1907 മാഡം ബിക്കാജി കാമ അന്ന് സ്റ്റൊഗാട്ടിൽ ജർമ്മനിയിൽ നടന്ന കോൺഫറൻസിന് ആദ്യമായിട്ട് ഒരു ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തു. ആ ഫ്ലാഗിൽ വന്ദേ മാതരം എന്നാണ് എഴുതിയിരുന്നത്. ബോൾഡ് ദേവനാഗരി ലെറ്റേഴ്സിൽ എഴുതിയിരുന്നതാണ്. ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് പുറത്ത് വലിയൊരു സ്ഥലത്ത് വന്ദേ മാതരത്തിന് ഡിസ്പ്ലേ ചെയ്തത്. സോ മാഡം ബിക്കാജി കാമയുടെ കോൺട്രിബ്യൂഷൻ വളരെയധികം ഹൈ ആണ്. 1940s ശേഷം
വന്ദേ മാതരത്തിന് പകരം ജയ്ഹിന്ദ് വളരെയധികം പോപ്പുലറൈസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിജിയാണ് പറഞ്ഞത് ജയ്ഹിന്ദിൻ്റെതായ ഒരു സ്ഥാനമുണ്ട്, പക്ഷേ വന്ദേ മാതരത്തിന് അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട്. അതിനൊരു ഇമോഷണൽ ബോണ്ടേജ് ആണ്, ഒരു ഇമോഷണൽ ഫീൽ ഉണ്ട്, ഒരു ഇമോഷണൽ വെയിറ്റ് ഉണ്ട് എന്നാണ് ഗാന്ധിജി അതിനെ വിശേഷിപ്പിച്ചത്. എന്തായാലും വന്ദേ മാതരം ഡിബേറ്റ് നടക്കുന്നുണ്ട്. 150ാമത്തെ വർഷത്തിൽ വന്ദേ മാതരത്തിനെ കുറിച്ച് നമുക്ക് നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇത് പാടണോ വേണ്ടയോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിനെതിരാണ് എന്ന് പറയുന്നതിനെക്കാട്ടും കൂടുതൽ എല്ലാ ഇന്ത്യക്കാരെ സംബന്ധിച്ചോളം ഇതൊരു വികാരമാണ്. അത് പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു യൂണിറ്റി ഉണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്. വന്ദേ മാതരം.